ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഓച്ചിറ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഓച്ചിറ എന്ന് പറയുന്നത്. അവിടെ 28ാം ഓണത്തിനാണ് കേരളത്തിലെ തന്നെ ഉത്സവങ്ങളുടെ ആരംഭം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഇതാണ് 28ാം ഓണത്തോടുകൂടി ഓച്ചിറയിൽ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും കൊല്ലം ജില്ലയിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 28ാം ഓണത്തിന് ഓച്ചിറ അമ്പലത്തിലെ കാളകെട്ട് ഉത്സവത്തോടു കൂടിയാണ് കൊല്ലം ജില്ലയിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. അങ്ങനെ കൊല്ലം ജില്ലയിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് 28ാം ഓണത്തിന് അവിടെ കാളകെട്ട് ഉത്സവം നടന്നപ്പോൾ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഞാൻ അമ്പലത്തിലെ ശാന്തിയാണ്, അന്ന് തിരക്കായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ഞങ്ങൾ തൊഴാനായിട്ടും എല്ലാമായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഏതാണ്ട് കാളകളെയൊക്കെ അഴിച്ചു തുടങ്ങിയിരുന്നു. 1% കാളകളൊക്കെ അഴിച്ചായിരുന്നു. ബാക്കിയുള്ള കാലഭൈരവൻ എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ബാക്കിയുള്ള കാളകളെയൊക്കെ കണ്ടു. പിന്നെ അവിടെ അമ്പലത്തിൽ പോയി തൊഴുതു. സമാധാനമായിട്ട് ഇച്ചിരി നേരം അവിടെ ഇരുന്ന് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് പതിയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും പിങ്കിമോളും അമ്മയും കൂടാണ് പോയത്. ഞങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഒന്ന് തൊഴുതൊരു ശകലം നേരം അവിടെ ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭഗവാനോട് പറഞ്ഞ് ഇറങ്ങുമ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒക്കെ പോകാറുണ്ട്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു വീഡിയോ എടുത്തു. അപ്പം ഇപ്പോൾ പിങ്കിമോൾ അവിടെ ഗണപതിയുടെ അടുത്ത് തൊഴുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ സാധാരണ ഗണപതിയുടെ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളിന്ന് ചെന്നപ്പം കാര്യം പറഞ്ഞാൽ ഇച്ചിരി താമസിച്ചു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഏതാണ്ട് 1 മണിയോട് അടുത്തു. റോഡിലൊക്കെ ബ്ലോക്കൊക്കെ താണ്ടി പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ താണ്ടി ഞങ്ങൾ ഇന്ന് അവിടെ ചെന്ന് നല്ല ഭംഗിയായിട്ട് ഒരിടത്തും വലിയ തിരക്ക്, തൊഴുന്നിടത്തൊന്നും തിരക്കില്ലായിരുന്നു. എല്ലാവരും കാളയുടെ ഫ്രണ്ടിൽ അതിൻ്റെ പുറകിന് നടക്കുന്നത് കൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ നല്ല അവിടെ എല്ലാം തൊഴുതു. പിങ്കിമോളിപ്പോൾ അവിടുന്ന് ചന്ദനം എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഇട്ട് തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് ഞങ്ങൾ തിരിച്ച് പോകുന്നതിന് വേണ്ടി ഇപ്പുറം സൈഡിൽ വന്നപ്പോൾ തന്നെ അവിടെയും കുറേ കാളകളെ, ഇത് ഞങ്ങൾ ആദ്യം കണ്ടില്ലായിരുന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ തന്നെ അവിടെയും കാളകളെ കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ തൊഴുത് കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് വന്നപ്പോഴാണ് ഈ ഭാഗത്തെ കാളകളെയും കണ്ടത്.